ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 21. വ അമ്മാ റുജ്ഹാനുഹു, അപ്പോൾ ബുഖാരിയുടെ ശ്രേഷ്ഠതയാകുന്നത്, റുജ്ഹാനാകുന്നത്, മിൻ ഹൈസുൽ അദാലത്തു വല്ലബ്തു, ഇത്തിസാലിന്റെ നിലക്കുള്ള റുജ്ഹാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അദാലത്ത് ലബ്ത്ത്, ആ സിഫാത്തിന്റെ ഹൈസിയത്തിലൂടെ നോക്കുമ്പോൾ ബുഖാരിയുടെ ശ്രേഷ്ഠതയാകുന്നത് അത് ഫലി അന്ന റിജാലല്ലദീന തുകുല്ലിമ ഫീഹിം മിൻ റിജാലി മുസ്ലിമിൻ, മുസ്ലിമിന്റെ റിജാലുകളിൽ നിന്ന്, റാവികളിൽ നിന്ന് തഅല് കൊണ്ട്, ആക്ഷേപം കൊണ്ട് സംസാരിക്കപ്പെട്ട ശുയൂഖുകൾ, റിജാലുകളാകുന്നത് അത് അക്സറു അദദൻ മിനർ റിജാലില്ലദീന തുകുല്ലിമ ഫീഹിം മിൻ റിജാലിൽ ബുഖാരി, ബുഖാരിയുടെ റിജാലുകളിൽ നിന്ന്, ശുയൂഖുകളിൽ നിന്ന് തഅല് കൊണ്ട് സംസാരിക്കപ്പെട്ട റിജാലുകളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് ഈ മത്ഊനീങ്ങളുടെ, മുസ്ലിമിന്റെ റിജാലുകളിൽ നിന്നുള്ള മത്ഊനീങ്ങൾ കൂടുതലാണ്. അപ്പോൾ അദാലത്തും ലബ്ത്തും കൂടിയതായ ശുയൂഖുകളുള്ളത് ഇമാം ബുഖാരിയുടെ റുവാത്തിലാണെന്ന് മനസ്സിലായി. എന്തോടുകൂടെ മഅ അന്നൽ ബുഖാരിയ, തീർച്ചയായും ബുഖാരി ഇമാം ലം യുക്സിർ മിൻ ഇഖ്റാജി ഹദീസിയും, ഇങ്ങനെ തഅല് കൊണ്ട് സംസാരിക്കപ്പെട്ട ഈ മത്ഊനീങ്ങളുടെ ഹദീസുകളെ പുറപ്പെടുവിക്കുന്നതിനെ ഇമാം ബുഖാരി അധികരിപ്പിച്ചിട്ടില്ല. മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ പോലെ എന്ത് ചെയ്തിട്ടില്ല, അധികരിപ്പിച്ചിട്ടില്ല. അതായത് ഇങ്ങനത്തെ മത്ഊനീങ്ങളുടെ തഅല് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടവരുടെ ഹദീസ് ഇമാം ബുഖാരിയിൽ അതിൽ 435ഓളം റാവികളുണ്ട്. 435ഓളം റാവികളെ ഇമാം ബുഖാരി ഇൻഫിറാദായ റാവികളാണ്. അതിൽ ലോഫ് കൊണ്ട് തഅല് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടവർ വെറും 80 റിജാലുകളാണ്. എന്നാൽ മുസ്ലിം റഹ്മത്തുള്ളാഹി അങ്ങനെ അവരുടെ ഹദീസിനെ ഇഖ്റാജ് ചെയ്തുകൊണ്ട് തനിച്ചത് ഏതാണ്ട് 620ഓളം ഇങ്ങനത്തെ റാവികളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 620. എന്നാൽ അതിൽ ആ 620-ൽ നിന്ന് ഈ തഅല് കൊണ്ട് സംസാരിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു ഏതാണ്ട് 160ഓളം ഉണ്ട്. ഇമാം ബുഖാരിയുടേത് 80ഓളം ഉള്ളു. അവരുടെ അങ്ങനത്തെ റിവായത്ത് തന്നെ 435ഓളം റാവികളുണ്ട് ഇമാം ബുഖാരിക്ക്. ഇമാം മുസ്ലിമിനാണെങ്കിൽ അത് 620ഓളം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെവരുടെ ഹദീസിനെ ഇഖ്റാജ് ചെയ്യുന്നതിന് ഇമാം ബുഖാരി അധികരിപ്പിച്ചിട്ടില്ല. മുസ്ലിം ഇമാമിനാണെങ്കിൽ എന്തുണ്ട്, അങ്ങനത്തെവരുടെ റിവായത്ത് അധികം ഉണ്ട് താനും. അപ്പോൾ ആ നിലയ്ക്ക് ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരിക്കാണ് ശ്രേഷ്ഠത കൂടുതൽ. ബൽ എന്നല്ല, ഗാലിബുഹും, ഇങ്ങനത്തെ ഈ മത്ഊനീങ്ങളായ റാവികൾ, ശുയൂഖന്മാര്, മിൻ ശുയൂഖിഹി, അത് ഇമാം ബുഖാരിയുടെ ശൈഖന്മാരിൽപ്പെട്ടത് തന്നെയാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ശുയൂഖന്മാരിൽ നിന്ന് തഅല് ചെയ്യപ്പെട്ട ആ മത്ഊനീങ്ങൾ, അതിൽ കൂടുതലും എന്താണ്, ഗാലിബും ഇമാം ബുഖാരിയുടെ നേരെ ശൈഖന്മാര് തന്നെയാണ്. ഇങ്ങനത്തെ ശൈഖന്മാര് അല്ലദീന അഖദ അൻഹും, അവരെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ നേരിട്ട്, വാസിത്ത ഇല്ലാതെ നേരിട്ട് ഹദീസ് പിടിച്ച ശൈഖന്മാരാണ്. വ മാറസ ഹദീസഹും, അവരുടെ ഹദീസിനോട് പരിചയം ഉള്ള ആളുമാണ്, പരിചയം പെട്ട ആളുമാണ്. ഷെയ്ഖിൽ നിന്ന് നേരിട്ട് പിടിച്ച, വാസിത്ത ഇല്ലാതെ നേരിട്ട് പിടിച്ച ഹദീസുകളാണ്, നേരെ ശൈഖന്മാരാണ് ഗാലിബുലും. എന്നാൽ ഖിലാഫി മുസ്ലിമിൻ ഫിൽ അംറൈനി, ഈ രണ്ട് കാര്യത്തിലും മുസ്ലിം എതിരുകൊണ്ട്. കാരണം ഈ ശൈഖന്മാരിൽ നിന്ന്
നേരിട്ട് പിടിക്കുക എന്നുള്ളതും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരിൽ നിന്ന് ഈ മത്ഊനീങ്ങളിൽ നിന്ന് അധികവും ഇമാം മുസ്ലിമിന്റെ ശൈഖുമല്ല. ഈ രണ്ട് കാര്യത്തിലും ഇമാം മുസ്ലിമിനെതിരായിട്ട് ഇമാം ബുഖാരി തങ്ങൾ അങ്ങനത്തെ മത്ഊനീങ്ങളായ ശുയൂഖന്മാരിൽ കൂടുതലും എന്താണ് ഇമാം ബുഖാരിയുടെ നേരെ ശൈഖന്മാർ തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോഴും ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരി തന്നെയാണ് എന്താണ് ശ്രേഷ്ഠതയുള്ളത് എന്നാ പറഞ്ഞു. ഇനി അമ്മാ റുജ്ഹാനുഹു, ഇനിയും ബുഖാരിയുടെ ശ്രേഷ്ഠത റുജാനിയത്ത് മിൻ ഹൈസു അദമി ശുദൂദി വൽ ഇഅലാലി, ഇല്ലത്തുകളും ശുദൂദ് ഷാദും ഇല്ല എന്ന ആ സിഫത്തിന്റെ ഐശ്വര്യത്തിലൂടെ നോക്കുമ്പോഴും ബുഖാരിക്ക് ശ്രേഷ്ഠതയാണ്. അതങ്ങനെ ഫലി അന്ന മന്തുഖിദ, നിരൂപിക്കപ്പെട്ട ഒരു ഹദീസ് അലൽ ബുഖാരി, ബുഖാരിയുടെ മേല് പിന്നെ നിരൂപണം നടത്തപ്പെട്ടത്, അത് മിനൽ അഹാദീസി, ഹദീസുകളിൽ നിന്ന് നിരൂപിക്കപ്പെട്ട ഹദീസുകൾ, അഖല്ലു അത് കുറവാണ്, അദദൻ എണ്ണത്താൽ കുറവാണ്, മിമ്മൻ തുഖിദ അല മുസ്ലിമിൻ, മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ ഹദീസിന്റെ മേൽ പിന്നെ നിരൂപിക്കപ്പെട്ടതിനേക്കാൾ എണ്ണത്തിൽ കുറവാണ് ഇമാം ബുഖാരിയുടെ നിരൂപിക്കപ്പെട്ട ഹദീസുകൾ. അപ്പോ ശുദൂദില്ല, ഇഅ്ലാലില്ല എന്ന ഐശ്വര്യത്തിലൂടെയും എന്താണ് ബുഖാരിക്ക് ഫളീലത്ത്, മുസ്ലിമിനേക്കാൾ ഫളീലത്തുണ്ട് എന്ന് വന്നു. ഹാദാ, ഈ നിലയ്ക്ക് ബുഖാരിക്ക് കിതാബിന് ഫളീലത്തുണ്ടായി, കിതാബ് അഫ്ളലാണ് എന്ന് പറഞ്ഞത് മഅത്തിഫാഖിൽ ഉലമാഇ, ഉലമാക്കൾ ഏകോപിക്കലോടുകൂടെ അല അന്നൽ ബുഖാരിയ, ഇമാം ബുഖാരിക്ക് കിതാബ് അഫ്ളലായത് സമ്മതിക്കപ്പെടുന്നതോടുകൂടെ തന്നെ, സ്ഥിരപ്പെട്ടതോടുകൂടെ പിന്നെ ഈ ബുഖാരിയുടെ കിതാബ് അഫ്ളലാണ് എന്നത് മഅത്തിഫാഖിൽ ഉലമാഇ അല അന്നൽ ബുഖാരിയ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കാന അജല്ല മിൻ മുസ്ലിമിൻ ഫിൽ ഉലൂമി, ഉലൂമിൽ മുസ്ലിം റഹിമഹുല്ലാഹേക്കാൾ ഏറ്റവും ആളമായ അജല്ലായ ആളാണ് എന്ന് ഉലമാക്കൾ ഇത്തിഫാഖ് ആകലോടുകൂടെ വഅറഫ മിൻഹു ബിസനാഅത്തിൽ ഹദീസി, ഹദീസിന്റെ പ്രയോഗം, അതിന്റെ ശൈലി കൊണ്ട് ഇമാം മുസ്ലിമിനേക്കാളും ഏറ്റവും അറിയുന്ന ആള് ആണ് എന്ന് ഇത്തിഫാഖാകലോടുകൂടെയും ഈ കിതാബിന് അഫ്ളലിയത്ത് ഉണ്ടായി. അതുപോലെ തന്നെ അന്ന മുസ്ലിമൻ, മുസ്ലിം റഹ്മഹുല്ലാഹ് തിൽമീദുഹു, ഇമാം ബുഖാരിയുടെ തിൽമീദാണെന്നതോടുകൂടെയും ഖിർരീജുഹു, ആ ഇമാം ബുഖാരിയെ ജഹലിൽ നിന്നൊക്കെ തഖ്രീജാക്കുന്ന ആളുമാണ്, ഖിർരീജുമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതോടുകൂടെ മാത്രമല്ല വലം യസൽ യസ്തഫീദു മിൻഹു, ആ ബുഖാരിയിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഹദീസുകൾ പഠിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായിരുന്നു. വയത്തബിഉ ആസാറഹു, ഇമാം ബുഖാരിയുടെ അസറുകളോട് പിന്തുടരുകയും ചെയ്യുന്ന, തഖ്രീറിലും തഹരീറിലും ഒക്കെ ഇമാം ബുഖാരിയുടെ കാൽപാടുകളെ, അതിന്റെ ഇമാം ബുഖാരിയുടെ ആസാറുകളെ പിന്തുടരുന്ന ആളും കൂടിയായിരുന്നു. അപ്പോ ഇതോടൊക്കെ കൂടെ തന്നെ എത്രത്തോളം അത്താ കാല ദാറഖുത്നിയു, ഇമാം ദാറഖുത്നി റഹ്മഹുല്ലാഹ് പറഞ്ഞു ലൗലൽ ബുഖാരിയു, ഇമാം ബുഖാരി ഉണ്ടായിരുന്നില്ല എങ്കിൽ ലമാ റാഹ മുസ്ലിമുൻ വലാ ജാഅ, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഈ ഹദീസിന്റെ ഈ ഫന്നിൽ പിന്നെ വലിയ ഉയർച്ചയിലേക്ക് സഞ്ചരിക്കുമായിരുന്നില്ല. വലാ റാഹ മാ ലഹറ ഹാദൽ ഫന്ന വലം യളഉ ഫീഹിൽ ഖദമ, ഇതിലേക്ക് എന്ത് ചെയ്യുമായിരുന്നില്ല, ഇതിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു വരുവായില്ല എന്നില്ല.
വല ജാഅ. ഐ റവാഹും വൽ മജീഉ കിനായത്തുൻ അനിൽ ജൗലാനി ഫി മൈദാനി ഉലൂമിൽ ഹദീസ് മഅൽ ജാഇലീൻ. എന്ന് പറഞ്ഞാൽ ഈ ഫന്നിന്റെ ഇമാമത്തിന്റെ മർത്തബയിലേക്ക് ഇമാം മുസ്ലിം റഹ്മഹുള്ള എത്തുമായിരുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇതോടുകൂടെയും ഇവിടെ ഇമാം ബുഖാരി റഹ്മഹുള്ളക്കാണ് ഇമാം മുസ്ലിമിനേക്കാൾ ഏറ്റവും ഫളീലത്ത് ഇപ്പം കൂടെ ഉള്ളത്. അത് ഉലമാഇന്റെ ഇത്തിഫാഖാണ്. ആ ഇത്തിഫാഖോട് കൂടെ ഇമാം ബുഖാരിയുടെ കിതാബും അഫ്ളലാണ്. വമിൻ സമ്മ, ഇക്കാരണം കൊണ്ട്, ഐ മിൻ ഹാദിഹിൽ ഹൈസിയത്തി, ഹാദിഹിൽ ജിഹത്തി, ഈ ജിഹത്തിലൂടെ, ഈ ജിഹത്തിന്റെ കാരണം അതേതാണ് ഈ ജിഹത്ത്? വഹിയ അർജഹിയത്തു ഷർത്തിൽ ബുഖാരി, ബുഖാരിയുടെ ഷർത്ത് ഏറ്റവും റാജിഹാണ് എന്നുള്ളത്. അല ഗൈരിഹി, ഒയറിനേക്കാൾ മറ്റ് കിതാബുകൾ, ഹദീസിന്റെ മറ്റ് കിതാബുകളെക്കാൾ കിതാബുൽ ബുഖാരി, ആ ബുഖാരിയുടെ ഷർത്ത് അർജഹിയത്താണ് എന്ന ജിഹത്തിലൂടെ, അല്ലാതെ ഉലമാക്കൾ ഏറ്റെടുത്തു എന്ന ജിഹത്തിലല്ല. ഈ അർജഹിയത്ത് ഷർത്തുൽ ബുഖാരി എന്ന് മുമ്പ് പറഞ്ഞാലോ. കാരണം ബുഖാരിയുടെ ഷർത്തുഹു ഫീഹ അഖ്വാ അസദ്ദു എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ ആ ജിഹത്തിലൂടെ ഒമിൻ സമ്മ, ആ ജിഹത്തിന്, ആ കാരണം കൊണ്ട്, ആ ബുഖാരിയുടെ ഷർത്ത് അർജഹിയത്താണെന്ന കാരണം കൊണ്ട് ഖുദ്ദിമ സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരി ആകുന്ന കിതാബിനെ മുന്തിക്കപ്പെട്ടു അലാ ഗൈരിഹി, മറ്റ് കിതാബുകളെക്കാൾ, മിനൽ കുത്തുബിൽ മുസന്നഫത്തി ഫിൽ ഹദീസി, ഹദീസിൽ എന്ത് ചെയ്തു? രചിക്കപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ അതിനെ സഹീഹുൽ ബുഖാരിയെ മുന്തിക്കപ്പെട്ടു. സുമ്മ സഹീഹു മുസ്ലിമിൻ, പിന്നെ സഹീഹ് മുസ്ലിമിനെ എന്തിനു വേണ്ടി? മുശാറക്കത്തിഹി, ആ സഹീഹ് മുസ്ലിം പങ്കായതിനു വേണ്ടി, ബുഖാരിയോട് പങ്കായി. എന്തിൽ? ഇത്തിഫാഖിൽ ഉലമായി അലാ തലഖി കിതാബിഹി, മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ ഇമാം ബുഖാരിയുടെ കിതാബിനെ ഏറ്റെടുക്കുന്നതിൽ ഉലമാക്കൾ ഇത്തിഫാഖായ വിഷയത്തിൽ ബിൽ ഖബൂല് കൊണ്ട്, വീണ്ടും ഖബൂല് കൊണ്ട് ഏറ്റെടുക്കുന്ന ഇതിൽ ഇമാം ബുഖാരിയോട് എന്ത് ചെയ്തു? പങ്കായതിന് വേണ്ടി. ഇമാം ബുഖാരിയുടെ ഷർത്ത് അർജഹിയത്താണ്, അതോടുകൂടെ ഇമാം ബുഖാരിയുടെ കിതാബിനെ, അതായതെന്ന് പറഞ്ഞാൽ ഖബൂല് കൊണ്ട് ഉലമാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെന്ത് ചെയ്തിട്ടുണ്ട്? മുശാറക്കത്തുണ്ടായതിന് വേണ്ടി ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിനെ മുന്തിക്കപ്പെടും. സിവാമാ ഉല്ലില, അതിൽ ഇല്ലത്ത് പറയപ്പെട്ടതൊന്നല്ലാത്ത, ഇല്ലത്തുള്ള അതല്ലാത്തതിനെ മുന്തിക്കപ്പെടും. സിവാമാ ഉല്ലില എന്ന് പറഞ്ഞാല് ആ തഹ്ലീൽ കൊണ്ടുള്ള ലുഗവിയായ തഹ്ലീലാണ് ഉദ്ദേശം. അപ്പോൾ ഷാദിനെയും കൂടെ ഷാമിലാക്കുന്നതാണ്. അപ്പോൾ നിരൂപിക്കപ്പെട്ടതല്ലാത്തത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സിവാമ മന്തുക്കിത ലക്കാന ഔല എന്ന് ഷറഹിൽ പറയുന്നുണ്ട്. അപ്പോൾ നിരൂപിക്കപ്പെട്ടതല്ലാത്തതിനെ സഹീഹും മുസ്ലിമിലും ഇപ്പോൾ ബുഖാരിയിലും മുന്തിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സഹീഹ് ബുഖാരിയും മുസ്ലിമിനെയും
മുന്തിക്കപ്പെടും എന്ന് പറഞ്ഞത് അത് ഈ നിരൂപിക്കപ്പെട്ടതല്ലാത്ത ഹദീസുകളെ ആണ് അവിടെ മുന്തിക്കുന്നത്. സുമ്മ യുഖദ്ദമു പിന്നെ മുന്തിക്കപ്പെടുന്നത് ഫിൽ അർജഹിയത്തി അർജഹിയത്തിൽ മുന്തിക്കപ്പെടുന്നത് മിൻ ഹൈസുൽ അസഹിയത്തു പിന്നെ അസഹിയത്തിന്റെ നിലയ്ക്ക് അസഹിയത്തിന്റെ ഹൈസിയത്തിലൂടെ അർജഹിയത്തിൽ പിന്നെ മുന്തിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മാ വാഫഖഹു ഷർത്തുഹുമ മാ ഒരു ഹദീസിനെയാണ് അല്ലെങ്കിൽ ഒരു കിതാബിനെയാണ്. വാഫഖഹു അതിനോട് യോജിച്ചു എന്ത് ഷർത്തുഹുമ അവരുടെ രണ്ടിൻ്റെയും ഷർത്ത് യോജിച്ച ഒന്ന്, ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്ത് യോജിച്ച ഒന്ന്. ഷർത്ത് ചോദിച്ചെന്ന് പറയാൻ കാണല്ലേ അന്നൽ മുറാദ ബിഹി ആ ഷർത്ത് കൊണ്ടുള്ള ഇവിടുത്തെ മുറാദ് റുവാത്തുഹുമ ആ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റാവികളാണ്. അപ്പോ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും റാവികൾ അവരുടെ റാവികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ബാക്കി ശുറൂത്തി സഹീഹി സഹീഹിന്റെ മറ്റ് ഷർത്തുകളോടുകൂടെ. മറ്റു ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പിന്നെ ഇത്തിസാലാകുക, പിന്നെ ശുദൂദില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇല്ലത്തു ശുദൂദിനെ തൊട്ട് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഷർത്തുകളോടുകൂടെ ഇമാം ബുഖാരിയുടെ മുസ്ലിമിന്റെ റാവികൾ ആ റാവികൾ ആളാണ് ഇവിടുത്തെ ഷർത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ അവരുടെ ഷർത്ത് യോജിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ റാവികൾ. അപ്പൊ അവരുടെ ആ റാവികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ അതിനെ മുന്തിക്കപ്പെടും. റുവാത്തുഹുമ ഏത് നിലയിൽ റുവാത്തുഹുമ ഈ മുസ്ലിമിന്റെയും ബുഖാരിയുടെയും റാവികൾ ഖദ് ഹസലൽ ഇത്തിഫാഖു കാരണം പിന്നെ ഇത്തിഫാഖ് ഹാസിലായിട്ടുണ്ട് അലൽ ഖൗലി ബി തഅദീലിഹിം അവരൊക്കെ ആദിലീങ്ങളാണ് ഉദൂലുകളാണെന്നുള്ള ഖൗലിന്മേൽ ഇത്തിഫാഖ് ഹാസിലായിട്ടുണ്ട്. എങ്ങനെ തഅദീലി ബി തരീഖുൽ ലുസൂമി ലാസിമായ ത്വരീഖ് കൊണ്ട്. ലാസിമായ ത്വരീഖ് എന്ന് പറഞ്ഞാൽ അവരുടെ കബൂല് കൊണ്ട് ഉലമാക്കൾ അവരുടെ കിതാബിനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവരുടെ റിജാലുകളും എന്താണ് പിന്നെ ആദിലീങ്ങളാണ് എന്ന് ലാസിമായി. അതാ തരീഖുൽ ലുസൂമി എന്ന് പറഞ്ഞാൽ ലുസൂം ഉള്ള ഉദ്ദേശം ഇൽത്തിസാം എന്നാണ്. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്തപ്പോൾ അത് ലാസിമാക്കി എന്തിനെ ഇവർ ആദിലീങ്ങളാണെന്നുള്ളത്. അപ്പോൾ ആ ലുസൂമിന്റെ തരീഖ് കൊണ്ട് അവര് ആദിലീങ്ങളാണ് എന്ന കൗലിന്മേൽ പിന്നെ ഇത്തിഫാഖ് ഹാസിലായിട്ടുണ്ട് അവരുടെ റുവാത്തുകളെ സംബന്ധിച്ച്. അപ്പോൾ ആ റാവികൾ അവരുടെ റാവികൾ തൊട്ട് റിവായത്ത് ചെയ്യുന്ന മറ്റ് ശുറൂത്തുകളൊക്കെ ഉള്ളതോടുകൂടെ റിവായത്ത് ചെയ്ത ഹദീസുകളാണ് പിന്നെ മുന്തിക്കപ്പെടുന്നതെന്ന് അർത്ഥം. അപ്പം ഫഹും മുഖദ്ദമൂന അവരെന്താണ് ആ റാവികൾ പിന്നെ മുന്തിക്കപ്പെടുന്നതാണെങ്കിൽ മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെയും ബുഖാരിയുടെയും ഒക്കെ ഈ റാവികളെ അവർ മുന്തിക്കപ്പെടുന്നതാണ് അല വൈറിനേക്കാൾ ഫി റിവായാത്തിഹിം അവരുടെ റിവായത്തുകളിൽ വൈറിനേക്കാൾ അവരെ മുന്തിക്കപ്പെടുന്നതാണ്. വഹാദ ഈ പറഞ്ഞതാണ് അസുലുൻ മുഹദ്ദിസീങ്ങളുടെ ഇടയിലുള്ള പിന്നെ മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ ഇത്തിഫാഖായ കാര്യമാണ്. അസുലാണ് ഈ പറഞ്ഞത്. ലാ യുഖ്റജു അൻഹു ഈ പറഞ്ഞതിനെ തൊട്ട് പുറപ്പെടാൻ പറ്റൂല ഇല്ലാ ബി ദലീലിൻ ദലീൽ കൊണ്ടല്ലാതെ ഈ പറഞ്ഞ അസുലിൽ നിന്ന് പുറപ്പെടാൻ പറ്റൂല. ആ ദലീലിട്ട് ഇല്ലതാനും. അപ്പൊ ഈ രീതിയിലാണ് ഹദീസുകളെ മുന്തിക്കുന്നതെന്ന് അർത്ഥം. എന്നിട്ട് ഈ പറഞ്ഞതിന് ഒന്നുകൂടെ തഫ്സീൽ ചെയ്യാണ്. ഫ ഇൻകാനൽ ഖബറു അലാ ശർത്തിഹിമ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതിനെ ഒന്നുകൂടെ തഫ്സീൽ ചെയ്ത് പറയാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം.